ഒരു ദുഃഖമുള്ളൊരു വാർത്ത വായിച്ചാലോ അല്ല അറിഞ്ഞാലോ നമ്മൾ സാധാരണ ഒരു 2 മിനിറ്റ് വിഷമിക്കും. പിന്നെ അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകും. പക്ഷെ ചില വാർത്തകൾ അങ്ങനെയല്ല. അത് നമ്മളെ രാത്രി ഉറങ്ങാൻ പോലും അനുവദിക്കില്ല. അത്തരത്തിലൊരു വാർത്തയാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അറിഞ്ഞത്. മങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം മുറിവേറ്റു. ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടെത്തി. ഒരു കുഞ്ഞിൻ്റെ മരണം. ഒരു 1.5 വയസ്സുകാരൻ ഈ ഒരു ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ അവൻ മരണപ്പെട്ടിരിക്കുകയാണ്. അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങുന്നൊരു പ്രായം, അച്ഛൻ്റെ കൈകളിൽ ചിരിക്കേണ്ട ഒരു പ്രായം, കളിപ്പാട്ടങ്ങൾ കണ്ടാൽ സന്തോഷിക്കേണ്ട ഒരു പ്രായം. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ 91 പരിക്കുകൾ കണ്ടെത്തുന്നു. 7 വാരിയലുകൾ പൊട്ടിയിരിക്കുന്നു. ചില പരിക്കുകൾ പഴയതാണ്, ചിലത് പുതിയതും. ഇത് കേൾക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ആദ്യം തോന്നുന്നത് കോപമല്ല, ദുഃഖവുമല്ല, മറിച്ച് ഒരു ചോദ്യമാണ്. ഈ കുഞ്ഞ് എത്ര ദിവസമായി ഇത്രയധികം വേദന സഹിക്കുന്നു? നമ്മളതൊന്നും അറിഞ്ഞില്ലല്ലേ. കാരണം ഒരു പരിക്ക് ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. പല പരിക്കുകൾ എന്നതിനർത്ഥം പല ദിവസങ്ങളായിട്ട് ഈ കുട്ടി വേദന അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും, വേദന കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാകില്ല, കൈ പിടിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുത്തുയർത്തുന്ന സമയത്ത് വേദന കാരണം പൊളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വേദന ആരും കണ്ടില്ല, ആരും കേട്ടതുമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ഈ ഒരു സംഭവത്തെക്കുറിച്ചല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. അതാണ് നോൺ ആക്സിഡൻ്റൽ ഇഞ്ചുറി, NAI, അഥവാ അപകടം കൊണ്ടല്ലാത്ത പരിക്കുകൾ. ഡോക്ടർമാർക്ക് ചില പരിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സംശയം തോന്നാം, ഇതാരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്ന് തോന്നാം. കാരണം അപകടം ഉണ്ടാകുന്ന പരിക്കുകളും മനുഷ്യൻ്റെ ക്രൂരത കൊണ്ടുണ്ടാക്കുന്ന പരിക്കുകളും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ UK പോയ സമയത്ത് ഇതിൻ്റെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ഓടുന്നതിനിടയ്ക്ക് വീണ് കഴിഞ്ഞാൽ സാധാരണ നെറ്റിയിലോ മുട്ടിലോ കയ്യിലോ ആയിരിക്കും മുറിവ്. പക്ഷേ ഒരു കുട്ടിയുടെ ചെവിക്കു പിന്നിലാണ് മുറിവ്, കഴുത്തിന് പുറകിലാണ് മുറിവ്, തുടകളുടെ അകത്താണ് മുറിവ്, ജനനേന്ദ്രിയ ഭാഗങ്ങളിലാണ് മുറിവെങ്കിൽ മിക്കവാറും അത് അപകടമല്ല എന്നാണ് സാധ്യത. ഇങ്ങനെ നമുക്ക് സംശയം ഉണ്ടാകണം. ഒരു ഡോക്ടർ അങ്ങനെ ചിന്തിക്കണം. ചിലപ്പോൾ കുട്ടിയുടെ ശരീരം തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. കുട്ടിക്ക് ചിലപ്പോൾ സംസാരിക്കാനായിട്ട് കഴിയില്ല, ചിലപ്പം നിങ്ങളോട് ഒന്നും പറയില്ല. അവൻ്റെ അസ്ഥികൾ ചിലപ്പോൾ സംസാരിക്കും. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പഴയ പൊട്ടിയ എല്ലുകൾ അറിയാൻ പറ്റും. ചില മുറിവുകൾ നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ അവൻ്റെ കണ്ണുകൾ നിങ്ങളോട് സംസാരിക്കും. അയൺ ബോക്സിൻ്റെ ഒരു പൊള്ളലിനെ കുറിച്ച് ഞാൻ പറയാം. കുട്ടിയുടെ ബാക്കിലോ പിന്നിലോ ആയിട്ട് അയൺ ബോക്സ് ആകൃതിയിലൊരു പൊള്ളൽ കണ്ടു കഴിഞ്ഞാൽ അത് അപകടത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് സംശയിക്കണം. സാധാരണയായിട്ട് കുട്ടി ചൂട് തട്ടിയാൽ ഉടനെ മാറിപ്പോകും. ഇത്തരത്തിലുള്ള വ്യക്തമായ ആകൃതിയിൽ പൊള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ UK വെച്ച് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു കേസ് പറയാം. നടക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് അവൻ്റെ തുടയെല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. കട്ടിലിൽ നിന്ന് വീണു എന്നായിരിക്കും ചിലപ്പം അച്ഛനോ അമ്മയോ പറയുന്നത്. ആ ഒടിവ് വിശദീകരിക്കാൻ പോലും അവർക്ക് കഴിയില്ല. എക്സ്റേയിൽ പുതിയതും പഴയതുമായിട്ടുള്ള ഒടിവുകൾ കാണുന്നു. അത് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ കുട്ടി പലതവണ പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പരിശോധിക്കണം, ചിന്തിക്കണം. ഈ ആവർത്തിച്ചിട്ടുള്ള ശാരീരിക പീഡനത്തിന് സൂചനയാണത്. അതുപോലെ ചെവിയിലോ കഴുത്തിലോ ഉള്ള നീലപ്പാടുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കളിക്കുമ്പോൾ കുട്ടിക്ക് സാധാരണയായിട്ട് മുട്ടിലോ കാൽമുട്ടിലോ ഒക്കെയാണ് പാടുകൾ വരുന്നത്. എന്നാൽ ചെവിയുടെ പുറകെ, കഴുത്തിൽ, അതുപോലെ പുറകുവശത്തൊക്കെ പാടുകളുണ്ടെങ്കിൽ ശ്രദ്ധയോടെ നമ്മളത് കാര്യമായിട്ട് എടുക്കണം. ഇനി ചില പൊള്ളലുകളുണ്ടാവും ശരീരത്തിൽ, ഒരേ വലുപ്പത്തിലും വൃത്താകൃതിയിലുമുള്ള പൊള്ളലുകൾ. ഒന്നിലധികം പൊള്ളലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിഗരറ്റ് പൊള്ളലിൻ്റെ സാധ്യത പരിഗണിക്കണം. സാധാരണ അപകട പൊള്ളലുകൾക്ക് ഇത്തരം ഒരു രൂപം ഉണ്ടാകില്ല. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലുള്ള പൊള്ളൽ. 2 കാലുകളിലും ഒരേ ഉയരത്തിൽ വ്യക്തമായ അതിരുകളോടെ പൊള്ളൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ ചൂടുവെള്ളത്തിൽ മുക്കിയതാകാം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ സംശയിക്കും നോൺ ആക്സിഡൻ്റൽ ഇഞ്ചുറി. സാധാരണ വെള്ളം വീണാൽ പൊള്ളൽ ഒരു സമമായിരിക്കില്ല. നടക്കാത്ത കുഞ്ഞിൽ നീലപ്പാട്, നടക്കാത്തതോ ഇഴയാത്തതോ ആയിട്ടുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ നീലപ്പാടുകൾ കാണുന്നത് അസാധാരണമാണ്. ഇത്തരത്തിലുള്ള പാടുകൾ വന്നതിൻ്റെ കാരണം നമ്മൾ ചോദിച്ചറിയണം, അന്വേഷിക്കണം. അതുപോലെ തന്നെ വായിൻ്റെ ഉള്ളിൽ പരിക്ക്, ഓക്കെ, അതായത് ചുണ്ടിൻ്റെ അകത്ത ഭാഗം ഫ്രണ്ടിലും കീറിയിട്ടുണ്ട്. അതുപോലെ ബലമായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിച്ചതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വായിക്കാത്തതിന് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ ഈ ഫ്രണ്ടിലും ഈ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഭാഗം കട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. ശിശുക്കളിലെ പിന്നിലെ വാരിയല് ഒടിവുകൾ സാധാരണ അപകടങ്ങളിൽ ഉണ്ടാകുന്ന വളരെ അപൂർവമാണ്. ശക്തിയായിട്ട് പിടിച്ച് അമർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കുകയുള്ളൂ. അതും സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സുമാർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, കിടക്കയിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ഒടിവോ ആന്തരിക പരിക്കുകളോ ഉണ്ടെങ്കിൽ പറയുന്ന കാര്യവും പരിക്കുമായിട്ട്
നല്ലവണ്ണം പൊരുത്തക്കേടുണ്ട്. അല്ലെങ്കിൽ അവർ വരാൻ കുറേ ദിവസം ലേറ്റായി. 2 ദിവസം മുമ്പാണ് വീണത്. 3-ാമത്തെ ദിവസം വന്നപ്പോഴാണ് വാരിയലിൻ്റെ പൊട്ടൽ കണ്ടെത്തിയെങ്കിലും നമ്മൾ ചിന്തിക്കണം. അത് ചിലപ്പോൾ നോൺ ആക്സിഡൻ്റ് ഇഞ്ചുറി ആവും. ഇതുവരെ പറഞ്ഞതെല്ലാം ഫിസിക്കൽ അസോൾട്ടാണ്. അതായത് എന്തെങ്കിലും മുറിവുകളോ അതൊരു പൊട്ടലുകളോ ചതവുകളോ ഒക്കെയാണ് പറഞ്ഞത്. ഇതിനേക്കാട്ടും കൂടുതലാണ് ഇപ്പോൾ മെൻ്റൽ അബ്യൂസ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസാണ് ഇപ്പോൾ പല ആളുകൾക്കും അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ന്യൂറോ സയൻസ് പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ഇമോഷണൽ അബ്യൂസ് നേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തലച്ചോറ് തന്നെ മാറിപ്പോകുന്നതാണ്. ഭയന്നായിരിക്കും ഈ കുട്ടി ജീവിക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോൺ എപ്പോഴും ഉയർന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഈ ഹോർമോൺ ഉയർന്ന് അവർക്ക് ഭാവിയിൽ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകുമെന്നാണ് പുതിയ പഠനങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതുപോലെ അവന് ഭയങ്കര ഉത്കണ്ഠ ഉണ്ടാകും. വിഷാദ രോഗത്തിന് അടിമയാവും. മയക്കുമരുന്നിന് ഭാവിയിൽ അടിമയാവാൻ സാധ്യതയുണ്ട്. മദ്യം കൂടുതൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടിയായിട്ട് മാറും. ഇനി ഹൃദ്രോഗത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും സാധ്യത വരെ ഇത്തരം ആളുകളിൽ കൂടുതലാണെന്നുള്ള പഠനങ്ങളുണ്ട്. ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ഈസ് നോട്ട് ഓൺലി എ സോഷ്യൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് മെഡിക്കൽ പ്രോബ്ലം എന്നാണ് പറയുന്നത്. കാരണം ജീവിതകാലം മൊത്തം അത് കുട്ടിയെ ബാധിക്കാം. ഇപ്പോൾ കുട്ടിയെ അടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ പീഡനവും അടിയെ മാത്രമല്ല. ഒരു കുട്ടി ദിവസവും അപമാനിക്കുന്നതും പീഡനമാണ്. നീ മണ്ടനാണ്, നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല. അതുപോലെ അടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കി പഠിക്കും, അവന് 95% മാർക്കുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് നേടാനായിട്ട് പറ്റിയില്ല, നീ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ പറയുന്ന ഓരോ വാക്കും കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മിക്ക വീടുകളിലും സംസാരിക്കുന്നുണ്ട്. ശരീരത്തിലെ മുറിവ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലെ മുറിവ് നമുക്ക് മായ്ക്കാൻ വലിയ പ്രയാസമാണ്. 40 വയസ്സായാലും ചിലപ്പോൾ ആ മുറിവ് അവിടെ കാണും. പല രോഗികളും നമ്മൾ ഇപ്പോഴും പറയുന്നത്, ഡോക്ടർ എൻ്റെ ബാല്യത്തിൽ നടന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മറക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയൊരു മെസ്സേജാണിത്. അവരുടെ മാതാപിതാക്കളെല്ലാം മറന്നു കാണും, പക്ഷേ കുട്ടി അതിപ്പോഴും മറന്നിട്ടില്ല. ആ ഒരു ഫിസിക്കൽ അസോൾട്ടും അല്ലെങ്കിൽ മെൻ്റൽ അസോൾട്ടും ഇപ്പോഴും കുട്ടികളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വിഷാദം വരുന്ന സമയത്ത് അവർ വിഷാദ രോഗത്തിന് അടിമപ്പെടും. പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നും, പെട്ടെന്ന് ലഹരി ഉപയോഗിക്കാനായിട്ട് തോന്നും. ഇവർ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം മെൻ്റലിയും കുട്ടികളെ സ്നേഹം കൊടുക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഭക്ഷണം കിട്ടാതെ നമ്മൾ വളർത്തുന്നത് പോലെയാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇതെല്ലാം പറയുമ്പോൾ പേരൻ്റൽ ബേൺ ഔട്ടും കൂടെ മനസ്സിലാക്കണം. കാരണം മാതാപിതാക്കൾ ഇപ്പോൾ മാനസികമായി വളരെയധികം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സാമ്പത്തികമായ സമ്മർദ്ദമുണ്ട്, ജോലിയുടെ സമ്മർദ്ദമുണ്ട്, കടങ്ങളുണ്ടാകാം, കുടുംബ പ്രശ്നം ഉണ്ടാവാം, ഓഫീസിലുണ്ടോ പ്രശ്നം ഉണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം, മൊബൈൽ അഡിക്ഷൻ കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള താരതമ്യങ്ങൾ കാണാം. ഇങ്ങനെയെല്ലാം അവരുടെ മനസ്സിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങളുടെ പ്രശ്നം തീർക്കാനുള്ള ഒരു വ്യക്തിയല്ല സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് തീർക്കാനുള്ള ഒരു വസ്തുവല്ല കുട്ടി. ദുർബലനാണ് കുട്ടി. അല്ലെങ്കിൽ ദുർബലനായിട്ടുള്ള ഒരു ആളിലേക്കല്ല അത് പോകേണ്ടത്. നിങ്ങളുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അതിനുള്ള സൊല്യൂഷൻ നേടുകയാണ് ചെയ്തത്. ഒരു കുട്ടി രാത്രി മൊത്തം കരയുകയാണ്, അച്ഛനും അമ്മയ്ക്കും ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ആദ്യത്തെ ദിവസം ക്ഷമിക്കും, 2ാമത്തെ ദിവസം ക്ഷമിക്കും, 3ാമത്തെ ദിവസം ഓഫീസിലൊക്കെ പ്രശ്നം ഉണ്ടായി തുടങ്ങി. കാരണം അച്ഛനും അമ്മയ്ക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? കുട്ടിയോട് ആ ദേഷ്യം കാണിക്കും. സ്വാഭാവികമാണ്, അങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ശരിക്കും എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് ഒരിക്കലും ആരും ചിന്തിക്കാറില്ല. വേറൊരു സൊല്യൂഷൻ ആ ഒരു അച്ഛനോ അമ്മയോ ചിന്തിക്കാറില്ല. 6 മാസം അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് ചിന്തിക്കത്തില്ല. പല ദിവസങ്ങളായിട്ട് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ക്ഷമ നശിച്ച് ആ കുട്ടിയെ ഒരു ശക്തമായി ഒന്ന് കുലുക്കി. ഇത് നടന്നൊരു കഥയാണ്. എത്ര നേരമായി കരയുന്നു, ഒന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സെക്കൻഡുകളെ മാത്രമേ കുലുക്കുകയുള്ളൂ. പക്ഷേ കുഞ്ഞിനെ ഇങ്ങനെ ശക്തമായി കുലുക്കി. പക്ഷെ ഇത് വലിയ കാര്യമായിട്ട് നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ആ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ തലച്ചോറിൽ ചെറിയ രക്തക്കൊഴുതുകൾ പൊട്ടുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. കാഴ്ചശക്തിയും ഇങ്ങനെ നഷ്ടപ്പെടാം, അപസ്മാരം പോലും ഇങ്ങനെ ചെയ്താൽ വരും. ഇതിനാണ് നമ്മൾ ഷേക്കൺ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അപകടമല്ല, ഇതൊരു നോൺ ആക്സിഡൻറ്റ് ഇഞ്ചുറിയാണ്. ശരിക്കും അച്ഛനും അമ്മയും കുറ്റക്കാരാണ്. ഭക്ഷണം കഴിക്കാത്തൊരു കുട്ടി, 2 വയസ്സുള്ളൊരു കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ജോലി തിരക്കുണ്ട്, വീട്ടു ജോലികളുണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുത്തി നിറച്ച് കൊടുക്കും. മാനസികമായി അവർ തളർന്നിരിക്കുകയാണ്. കുട്ടി വാ തുറക്കാത്തപ്പം വാ ഇങ്ങനെ നെക്കി പിടിച്ച് അകത്തോട്ട് കുത്തി ബലമായിട്ട് അമർത്തി കൊടുക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പം കുട്ടിക്ക് കഴിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടിക്ക് ആ ആഹാരത്തിനോട് വെറുപ്പ് വരും. അതുപോലെ ഇവിടെയൊക്കെ കീറി തുടങ്ങും. കുട്ടിയെ ഈ രീതിയിൽ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴും കുട്ടിക്ക് മനസ്സിൻ്റെ അകത്ത് മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 10 വയസ്സുകാരൻ ഒരു കുട്ടിക്ക് കണക്ക് പഠിക്കാൻ പ്രയാസമാണ്. ഓരോ പരീക്ഷയിലും മാർക്ക് കുറവാണ്. അച്ഛൻ ദിവസവും വന്നിട്ട് അവനെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു.
അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്രയധികം മാർക്കുണ്ട്, നിനക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പം നിന്നെ കൊണ്ടതൊന്നും പറ്റില്ല, നീ ഒരു വേസ്റ്റാണ്, നീ ഒരു മണ്ടനാണ്, നീ ഞങ്ങളുടെ നാണക്കേടാണ് എന്ന വാക്കുകളിലൂടെ കുട്ടികളെ കുത്തി നോയിപ്പിക്കും. ഇത് ശരീരത്തിനല്ല ഈ മുറിവുണ്ടാകുന്നത്. കുട്ടിയുടെ ആത്മവിശ്വാസം പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു വിശ്വാസത്തോടെയാണ് ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള ചൈൽഡ് അബ്യൂസ് തന്നെയാണ്. അടുത്തത്, ഒരു 7 വയസ്സുകാരൻ രാത്രി ഉറക്കത്തിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു. പല കുട്ടികളും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ചില കുടുംബങ്ങളിൽ ഇതിനെ വലിയ ശിക്ഷയാണ് കൊടുക്കുന്നത്. രാവിലെ എല്ലാവരുടെയും മുന്നിൽ നിർത്തി അപമാനിക്കും, ബന്ധുക്കൾ വരുന്ന സമയത്ത് കളിയാക്കും, ചിലപ്പോൾ അടിക്കുന്നു, ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. ഇത് കുട്ടിക്ക് ശരിക്കും തൻ്റെ ശരീരത്തെക്കുറിച്ച് ലജ്ജ തോന്നാനായിട്ട് തുടങ്ങും, ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഇതൊക്കെയാണ് ഭാവിയിൽ പല പല മാനസിക പ്രോബ്ലമായിട്ട് അവരിലുണ്ടാകുന്നത്. അതുപോലെ കുട്ടി ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ ഒരു മുറിയിലോട്ട് അടച്ചിടുന്നു. ആ കുട്ടി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി ആ ഇരുട്ടിനോട് പേടി വരുന്നു. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നെ അച്ഛനും അമ്മയും ഇതുപോലെ ഇരുട്ടിലിടും എന്നുള്ളൊരു പേടി, അച്ഛനും അമ്മയോടുള്ള വിശ്വാസം കുറയും. അതുപോലെ തന്നെ ഇരുട്ടിനോടുള്ള പേടിയും ആ കുട്ടിക്ക് ഉണ്ടാവും. ഇതെല്ലാം ശരിക്കും ഇമോഷണൽ നെഗ്ലക്റ്റിൻ്റെ അകത്ത് വരാണ്. കാരണം കുട്ടി വളരുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് അവരെ കുട്ടി എന്ന് വിളിക്കുന്നത്. അവർ മുതിർന്നവരുമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അവർ തെറ്റ് കാണിക്കും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരെന്തെങ്കിലും പറയുന്നത് തെറ്റിപ്പോകാം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം പോലും പെർഫെക്റ്റ് അല്ല. പിന്നെയാണ് കുട്ടികൾ ചെയ്യുന്ന കാര്യം. കുട്ടിയെ വടിയെടുത്ത് ശിക്ഷിക്കുന്നതിന് മുമ്പും അതുപോലെ ഇത്തരത്തിലുള്ള കഠിനമായ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പും സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? മദ്യപിച്ച് വരുന്ന സ്ഥിരമായിട്ട് വീട്ടിൽ വഴക്കും ചീത്തവിളിയും അടിയുമുള്ള ഒരച്ഛനാണ് വീട്ടിലുണ്ടെങ്കിൽ കുട്ടിക്ക് വീട് ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിട്ട് തോന്നില്ല. അവൻ പുറത്തുള്ള സ്ഥലങ്ങളിലോട്ട് പോകും. അപ്പം അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കുഞ്ഞിങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴേ നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് തുടങ്ങണം. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളോ വിലപിടിച്ച സാധനങ്ങളോ വാങ്ങിക്കാൻ വീണ്ടും എളുപ്പമാണ്. ഐപാഡ് വാങ്ങിക്കൊടുക്കാം, അതുപോലെ പല പല ഗിഫ്റ്റുകൾ കൊടുക്കാം. പക്ഷേ കുട്ടിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് പണമല്ല, നിങ്ങളുടെ ഒരു സമീപനമാണ്, നിങ്ങളുടെ സാന്നിധ്യമാണ്. ആ ഒരു ടൈം നിങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടിയായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ കരച്ചിൽ അവഗണിക്കരുത്, അത് വളരെ കാര്യമായിട്ട് എടുക്കുക. ഒരു കുട്ടിയുടെ ഭയവും ഒരു കാരണവശാൽ അവഗണിക്കരുത്, അതും കാര്യമായിട്ട് എടുക്കുക. കാരണം കുട്ടികളിൽ മുറിവുകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കാരണം അവർ ദുർബലരാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വളരെ എളുപ്പം അവരെ തളർത്താം. പക്ഷേ അത് അവരെ ഭാവിയിൽ അവരെ ബാധിക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ പാരൻറ്റിങ് എങ്ങനെയാണ് വ്യക്തമായി ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ കോഴ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ എങ്ങനെ സ്മാർട്ടായിട്ട് വളർത്താം, സമൂഹത്തിൽ എങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഉള്ള കുട്ടിയായിട്ട് വളർത്താം, ഒരു മനുഷ്യത്വമുള്ള കുട്ടിയായിട്ട് എങ്ങനെ വളർത്താം, അതുപോലെ പേരൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു 5 മോഡ്യൂൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ കോഴ്സ് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. പല ആളുകളും അതിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് ലഭിച്ചത്. ആ ഒരു കോഴ്സിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കേട്ട് നോക്കുക. വളരെ നല്ല രീതിയിൽ ഒത്തിരി ബുക്കുകൾ വായിച്ച് ഒത്തിരി പേരൻസുമായിട്ടൊക്കെ വായിച്ചിട്ട് സംസാരിച്ച് ഉണ്ടാക്കിയ ഒരു കോഴ്സാണ്. വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കോഴ്സാണ്. അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ പാരൻറ്റിങ് എല്ലാം പ്രോപ്പർ ആണെന്നുള്ളതാണ്. അതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന പലതും തെറ്റാണ്. നമ്മൾ ഇങ്ങനെയല്ല ശരിക്കും ഒരു നല്ലൊരു കുട്ടിയെ വളർത്തേണ്ടത്. നമുക്ക് വളർത്തേണ്ട പല ഘട്ടങ്ങളുണ്ട്, പല രീതികളുണ്ട്, പല ടെക്നിക്കുകളുണ്ട്. അതെല്ലാം ആ ഒരു വീഡിയോ കോഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്.